കേന്ദ്ര സർക്കാരിനെ പരസ്യമായി വിമർശിക്കുകയും അതേസമയം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ രഹസ്യമായി അതിന്റെ കൂടെ ചേർത്ത് നിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഇടതുപക്ഷം അല്ലെങ്കിൽ ശിവൻകുട്ടി, പ്രധാനമായിട്ടും ശിവൻകുട്ടിയുടെ PM ശ്രീ വിവാദമൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ അതിനോട് ചേർത്ത് വെക്കുന്ന മറ്റൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുകയാണ്. ലേബർ കോഡുമായി ബന്ധപ്പെട്ട് 2021 തന്നെ കരട് ചട്ടം ഇടതുപക്ഷത്തെ ചേർത്ത് നിൽക്കുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് തന്നെ രൂപീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കടുത്ത പ്രത്യാഘാതമല്ലേ ഇത് ഉണ്ടാക്കുന്നത് ശരിക്കും? അതിപ്പം മാത്രമല്ല കേട്ടോ, ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന കഴിഞ്ഞ 9 വർഷമായിട്ടും അവര് ഈ പറയുന്ന പോലെ കേന്ദ്ര സർക്കാരിനെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പം പുറത്തു വന്ന ഈ ലേബർ കോഡ്, അതിന്റെ കരട് സംസ്ഥാന സർക്കാർ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ തയ്യാറാക്കിയിരുന്നു എന്ന വാർത്ത അതീവ ഗൗരവമുള്ളതാണ്. അത് ഈ പറയുന്ന പോലെ CPM ഈ പല കാര്യങ്ങളിലും അവരുടെ ഇരട്ടത്താപ്പ് നമ്മൾ തുറന്നു കാട്ടപ്പെടുമല്ലോ. അപ്പോൾ അവർ ഇതേപോലെ ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരിനോടുള്ള വിധേയത്വം അല്ലെങ്കിൽ അവർക്ക് മുന്നിൽ മുട്ടിലിഴയുന്ന ഒരു സമീപനം അത് ഒളിച്ചു വെക്കുക, അത് ആദ്യം ഒളിച്ചു വെക്കുക, പിന്നീട് പുറത്തു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മെഴുകുക. നമ്മൾ PM ശ്രീയിൽ കണ്ടതാണ്. അതിന്റെ തനിയാവർത്തനമാണ് ഈ വിഷയത്തിലും കണ്ടത്. ഈ എന്താ പറയുക, ഈ V ശിവൻകുട്ടി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തില് ഈ പിണറായി മന്ത്രിസഭയിലെ ഈ നരേന്ദ്രമോദിയുടെ ഒരു ഏജന്റ് എന്ന് നമുക്ക് പറയാവുന്ന തരത്തിലാണ്. നേരത്തെ PM ശ്രീ വിഷയം ഉണ്ടായതും ഈ മന്ത്രിയുടെ അതേ വകുപ്പിലാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും അദ്ദേഹം തന്നെ നോക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ടാണ്. നോക്കൂ, ഈ എന്താണ് ഈ ലേബർ നിയമങ്ങൾ, തൊഴിൽ കോഡിൽ 29 ലേബർ നിയമങ്ങളാണ് രാജ്യത്ത് നിലവിലുണ്ടായിരുന്നത്. അത് 2019-20 കാലഘട്ടത്തില് അതിനെ ക്രോഡീകരിച്ചിട്ട് 4 ലേബർ കോഡുകളായിട്ട് 4 സെക്ഷനുകളായിട്ട് മാറ്റുകയാണ് ഈ കേന്ദ്ര സർക്കാർ ചെയ്തത്. അന്ന് പാർലമെന്റിൽ ഇത് ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. പക്ഷേ ഇത് ജനവിരുദ്ധമാണ്, അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം, ഈ പറയുന്ന പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ അതിനകത്ത് CPM ഉണ്ട്, CPI ഉണ്ട്, ഇടത് പാർട്ടികളെല്ലാം ഉണ്ട് കേട്ടോ, അവരൊക്കെ തന്നെ ആ ചർച്ച ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് പാർലമെന്റിൽ നിന്നും. അങ്ങനെ അപ്പോൾ എന്താ ചെയ്ത് ഇവര് ഏകപക്ഷീയമായിട്ട് ഇത് പാർലമെന്റിൽ പാസ്സാക്കിയെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു. അത് നിയമമാക്കി വന്നു. പിന്നീട് ഇക്കഴിഞ്ഞ അവര് എന്നിട്ട് 2020 അത് പാസ്സാക്കിയെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ടും 5 വർഷം അവർ കാത്തിരുന്നു കേട്ടോ. അവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ പല കാര്യങ്ങളും നടപ്പിലാക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ മുന്നിലുണ്ടായിരുന്നു. അതെല്ലാം തന്നെ മുന്നോട്ട് പോയി. 24 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന് മുന്നോട്ട് നടപ്പിലാക്കിയാൽ അത് തിരിച്ചടിയാകുമെന്ന് കണ്ടു, അതും വിട്ടു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നപ്പോൾ അവർക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായപ്പോഴും ഒരു ആശങ്കയുടെ അവർ കാത്തുവെച്ചു. പിന്നീട് പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് മികച്ച മുന്നേറ്റം ഉണ്ടായി. ഏറ്റവും ഒടുവിൽ ബീഹാറിലും അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് കൂടുതൽ ആത്മവിശ്വാസമായപ്പോൾ ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ ഗ്രൗണ്ട് ഇവിടെ റെഡിയാണ്, നമുക്ക് ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇനിയുള്ളൊരു ദീർഘകാലത്തെ കാര്യം നോക്കിയാൽ ഇനി വരുന്ന അടുത്ത 5 സംസ്ഥാനങ്ങളുടെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിൽ അവർക്ക് വലിയ പ്രതീക്ഷയൊന്നുമുള്ള സംസ്ഥാനങ്ങളില്ല. അസം മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ച് നിലവിൽ ഭരണത്തിലുള്ളത്. അവിടെ അവർക്ക് എങ്ങനെയും ഭരണം പിടിക്കാവുന്ന സാഹചര്യമുണ്ട്. ബാക്കി പറയുന്ന പശ്ചിമ ബംഗാൾ, കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി ഇവിടെയൊന്നും അവർക്ക് നോക്കണ്ട, സ്വപ്നം കാണേണ്ട, നിലവിൽ അവർക്ക് ഭരണ സ്വപ്നം കാണണ്ട. അതുകൊണ്ട് അവർക്ക് സമയമുണ്ട്. മനസ്സിലായി? ഇപ്പൊ ഇത് നടപ്പിലാക്കിയാൽ തൊഴിലാളി വിരുദ്ധമാണെങ്കിലും ഈ പറയുന്ന ബാധിക്കില്ല. എത്ര ആൾക്കാരെ ഞങ്ങൾക്കെതിരായാലും അത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് ബാധിക്കത്തില്ല. ഇതിപ്പം ഇത് വന്നില്ലെങ്കിലും ഈ പറയുന്ന തെരഞ്ഞെടുപ്പുകൾ തോൽക്കുമെന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവര് അതെ തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് പ്രശ്നത്തിലായിരിക്കണം, CPM വലിയ പ്രശ്നത്തിലായിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നോക്കിയാണ് അവരിത് ഈ കഴിഞ്ഞ 21-ാം തീയതിയാണ് അത് പ്രാബല്യത്തിൽ വന്നു എന്നത്. ഈ നവംബർ 21-നാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഏറ്റവും അധികം ഈ നിയമത്തിനെതിരെ ശക്തിയുക്തം നിന്നത് കേരളമാണ്. കേരളത്തിലെ ട്രേഡ് യൂണിയനുകളാണ്. CITU CPM-ന്റെ ട്രേഡ് യൂണിയനാണ്. അതുപോലെ AITUC CPI-യുടെ, കോൺഗ്രസിന്റെ INTUC ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളെല്ലാം തന്നെ ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധത്തിലായിരുന്നു. രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്താണ് ഈ വിഷയം വന്നപ്പോൾ മന്ത്രി പറഞ്ഞത്, തൊഴിൽ മന്ത്രിയായിട്ടുള്ള V ശിവൻകുട്ടി പറഞ്ഞത്, നമ്മൾ ഇതിന്റെ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഇതിന്റെ കരട് തയ്യാറാക്കുമെന്നാണ്. അതെ ഇവിടെ ആവർത്തിച്ചു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിന് തൊട്ടടുത്ത ദിവസം മലയാള മനോരമ ഇത് വർഷങ്ങൾക്ക് മുൻപ് തന്നെ തൊഴിലാളികളുടെ ചർച്ച ചെയ്യാതെ അതിന്റെ കരട് ചട്ടങ്ങൾ ഈ സംസ്ഥാന സർക്കാർ തയ്യാറാക്കി എന്നതിന്റെ രേഖ പുറത്തുവിട്ടു, വാർത്ത പുറത്തുവിട്ടു. അതോടെ മന്ത്രി അവിടെ പോയി കാര്യങ്ങൾക്കായി പോയി. അപ്പോൾ അദ്ദേഹം മന്ത്രി പറഞ്ഞത് എന്താണ്, ഇത് ഈ കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദം കാരണം തങ്ങള് അത് ഉദ്യോഗസ്ഥര് ചെയ്തു പോയതാണ്,
കേന്ദ്ര സർക്കാർ തുടർച്ചയായിട്ട് ഇങ്ങനെ സമ്മർദ്ദം, അതാണല്ലോ അദ്ദേഹം അവിടെയും പറഞ്ഞത്, PM ശ്രീലും പറഞ്ഞ അതേപോലെയാണ്. ഇവിടെ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു, കരട് തയ്യാറാക്കാനുള്ള സമ്മർദ്ദം ചെലുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ഇങ്ങനെ തയ്യാറാക്കിയതാണ്, അത് നടപ്പിലാക്കിയിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്നാൽ എന്താണ് പറയുക, CITU ഉൾപ്പെടെയുള്ള CITUവിന്റെ നേതാവ് എന്ന് പറയുന്നത് അവരുടെ LDFന്റെ കൺവീനർ കൂടിയായ TP രാമകൃഷ്ണനാണ്, മുൻ മന്ത്രിയാണ് അദ്ദേഹം. ഒപ്പം തന്നെ AITUCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, അദ്ദേഹം മുൻ മന്ത്രിയാണ്. അവരൊക്കെ തന്നെ പറഞ്ഞത് ഞങ്ങളുമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല, ചർച്ച ചെയ്യാതെയാണ് ഈ കരട് തയ്യാറാക്കിയത് എന്നത് വന്നു. അപ്പോൾ ഈ കേന്ദ്ര സർക്കാർ നിർബന്ധിച്ചത് കൊണ്ടാണ് തങ്ങളറിയാതെ ഈ ഉദ്യോഗസ്ഥരാണ് ഇത് തയ്യാറാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ എന്താണ്, മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം പുറത്തു വന്നിട്ട് ഇന്ന് ഈ ട്രേഡ് യൂണിയനിൽ ചർച്ച നടക്കുകയാണ്. മുഖ്യമന്ത്രിയുമായിട്ട് ഇന്നലെ തന്നെ അദ്ദേഹം ചർച്ച നടത്തിയിട്ട് ഇന്നലെ വൈകിട്ട് അദ്ദേഹം പ്രതികരിച്ചത്, അത് ഞാൻ കൂടി അറിയാത്തത് ഉദ്യോഗസ്ഥർ തയ്യാറാക്കത്തില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഓരോ മലക്കം മറിച്ചിലുകളാണ് കേട്ടോ, ഓരോ മലക്കം മറിച്ചിൽ മണിക്കൂറുകൾക്കകമുള്ള അദ്ദേഹത്തിന്റെ മലക്കം മറിച്ചിലുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞാൻ കൂടി അറിയാതെ തയ്യാറാക്കത്തില്ലല്ലോ, അത് തയ്യാറാക്കി, ഞാനും അറിഞ്ഞിട്ടുണ്ട്, അത് തയ്യാറാക്കിയിട്ടുണ്ട്, പക്ഷേ അത് ഞങ്ങൾ ഇനി വിശദമായിട്ട് ചർച്ച ചെയ്യുമെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇത്തരത്തില് ഈ വിഷയത്തിലും തുടക്കം മുതൽ അദ്ദേഹം കിടന്ന് ഉരുളുകയാണ്. ഇപ്പറയുന്ന പോലെ ജനങ്ങളെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയുടെ ട്രേഡ് യൂണിയനാണ് CITU, അവർ തന്നെ പറയുന്നത് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 2020-21 തന്നെ ഈ ചട്ടങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കി, അതെല്ലാം റെഡിയാക്കി, കരട് എല്ലാം തയ്യാറാക്കി വിജ്ഞാപനം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അത് വിജ്ഞാപനം ചെയ്തിട്ടാണ് ഏതാണ്ട് 45 ദിവസം അതിനകത്ത് അഭിപ്രായം അറിയിക്കാൻ സമയം അനുവദിച്ചു. അതിനുശേഷമാണ് ആ ട്രേഡ് യൂണിയനുകളെ ചർച്ച നടത്തിയിട്ട് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ആ ശില്പശാലയിൽ ഈ കരട് തയ്യാറാക്കിയ കാര്യം പറയുന്നില്ല, ലേബർ കോഡുമായി ബന്ധപ്പെട്ടുള്ള അത് നടപ്പിലാക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് അവിടെ ചർച്ച ചെയ്തത്. അപ്പോഴും അത് ഒളിപ്പിച്ചു വെച്ചു. തങ്ങളുടെ സംഘടനയായ CITU ഉൾപ്പെടെയുള്ള തൊഴിലാളി സംഘടനകളോട് ചതി കാണിക്കുകയാണ് അദ്ദേഹം, ആത്മവഞ്ചന കാണിക്കുകയാണ് അദ്ദേഹം, അത് പറഞ്ഞില്ല. തൊഴിലാളി സംഘടനകളോടും കാണിക്കുകയാണ് അദ്ദേഹം. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നപ്പോൾ ഈ തൊഴിലാളി സംഘടനകളൊക്കെ തന്നെ ഇവർക്കെതിരെ രംഗത്ത് വരുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം പറയുന്നത്, ഇവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഇത് നടപ്പിലാക്കിയത് അല്ലെങ്കിൽ കരട് തയ്യാറാക്കിയതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ കാര്യങ്ങൾ തങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടില്ല, ഈ കരട് തയ്യാറാക്കിയത്. കേന്ദ്ര സർക്കാർ നിർബന്ധിച്ച് കരട് തയ്യാറാക്കിയെങ്കിൽ കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ അന്വേഷണം നടത്താതിരിക്കുമോ? ഒരു കാര്യം കേന്ദ്ര സർക്കാർ നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്ത് നിങ്ങളത് ചെയ്തോ എന്നുള്ള ഒരു കാര്യം ചോദിക്കും, അല്ലെ? അത് അന്വേഷിക്കും. എന്നാൽ ഇതുവരെ അങ്ങനെ നിർബന്ധിച്ചാണ് തയ്യാറാക്കിയതെങ്കിൽ കേന്ദ്ര സർക്കാർ പിന്നീട് ഇക്കാര്യമായിട്ട് യാതൊരു, കേന്ദ്ര സർക്കാരിനെ സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടില്ല എന്ന് മന്ത്രി തന്നെ പറയുന്നു. മാത്രവുമല്ല, കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തോട് അന്വേഷണം അല്ലെങ്കിൽ ഒന്നും നടത്തിയിട്ടുമില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ നിർബന്ധിച്ചിട്ടൊന്നുമല്ല, ഇത് സംസ്ഥാന സർക്കാർ തന്നെ തങ്ങളുടെ താല്പര്യപ്രകാരം ഇതിന്റെ കരട് ചട്ടങ്ങളെല്ലാം തയ്യാറാക്കി അത് വിജ്ഞാപനം ചെയ്തതാണ്. അത് പിണറായി വിജയൻ സർക്കാരിന്റെ പറയുന്ന കേന്ദ്ര BJP സർക്കാരിനോടുള്ള അവരുടെ ഒരു സമീപനം വ്യക്തമാക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടിയാണ്. നമുക്കറിയാമല്ലോ, MP ഗോവിന്ദൻ പലപ്പോഴും പറയും, ഇത് കേരളം ഭരിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇടത് സർക്കാരൊന്നുമല്ല, അത് ഫാസിസ്റ്റ് സർക്കാരാണ്, ഇടത് നയം നടപ്പിലാക്കാനൊന്നുമല്ല ഞങ്ങൾ ഭരിക്കുന്നത്, അങ്ങനെ നടപ്പിലാക്കാൻ പറ്റുന്നത്. സത്യമാണത്. അവർ നടപ്പിലാക്കുന്നത് ഈ പറഞ്ഞതുപോലെ കേന്ദ്രത്തിലെ BJP സർക്കാരിന്റെ നയങ്ങളാണ്, അവരുടെ നയപരിപാടികളാണ് ഇവിടെ നടപ്പാക്കുന്നത്. അത് യാതൊരു ലജ്ജയും ഇല്ലാതെ നടപ്പിലാക്കുകയാണ്. PM ശ്രീയിൽ പിടിക്കപ്പെട്ടതാണ് ഈ മനുഷ്യനെ, ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ഫാസിസത്തിന് വേണ്ടി, ഫാസിസ്റ്റുകൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പിടിയാളായിട്ട് ഈ മന്ത്രിസഭയിലെ ഈ V ശിവൻകുട്ടി മാറിയിരിക്കുകയാണ്. നമുക്ക് എന്താ പറയുക, ഈ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ കണ്ടിട്ടില്ലേ? അദ്ദേഹം അങ്ങേയറ്റം ഈ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ സംഘപരിവാറിനെതിരെ വാളെടുക്കുന്ന ഒരു വ്യക്തിയാണ്. തൊട്ടാലും പിടിച്ചാലും എല്ലാം അങ്ങേയറ്റത്തെ സർക്കാസം, ഭയങ്കരം ഇതാണ് കേട്ടോ. ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ പരിവാരങ്ങളും അണികളും എല്ലാം കൈയടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സൈബറിലെ വലിയ താരമാണ് അദ്ദേഹം. പക്ഷെ ഇതൊക്കെ തന്നെ പൊടിയിടാനായിട്ട്, ഈ പുകമറ സൃഷ്ടിക്കാനായിട്ടുള്ള, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. അടിയിലൂടെ അദ്ദേഹം സംഘപരിവാറിന്റെ പരോക്ഷമായിട്ട് അവരുമായിട്ട് വലിയ നമ്മൾ പറയല്ലോ, അന്തർധാര ശക്തമായിരുന്നു നമ്മൾ പറയുമല്ലോ. പ്രഥമ ദൃഷ്ടിയ എതിർചേരിയിലാണെങ്കിലും അന്തർധാര, അവർക്കിടയിൽ അന്തർധാര ശക്തമെന്ന് പറയുന്നത് പോലെ ഇങ്ങാണ്ട് കൊടുക്കൽ വാങ്ങല് സംഘപരിവാറോട്ടുണ്ട്. അത് ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ പിണറായി വിജയൻ സംഘപരിവാറിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അടുത്ത ആളാണ്, അവരുടെ മാനസപുത്രനാണെന്നൊക്കെ പറയും. അതിന്റെ കൂടെ ചേർത്ത് വെക്കാവുന്ന ഒരു ആളാണ് ഈ മന്ത്രിസഭയിൽ. പിണറായിക്ക് ഒരാൾ വേണമല്ലോ, കൂട്ടിന് ഒരാൾ വേണമല്ലോ ഇതൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട്. അതിന് നമ്പർ 1 സഹായിയാണ്, സഹയാത്രികനാണ് ഈ പറയുന്ന V ശിവൻകുട്ടി എന്ന് പറയുന്നത്. അദ്ദേഹം ഈ മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട്, ഇടത് മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് അങ്ങേയറ്റം ഇടത് വിരുദ്ധമായിട്ടുള്ള, തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ തൊഴിലാളി ലേബർ കോഡുകളിലൊക്കെ വരികയാണെങ്കിൽ നിലവിലുണ്ടായിരുന്ന ലേബർ നിയമങ്ങളെയൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട്, അതിനെയൊക്കെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണ് അല്ലെങ്കിൽ കോഡുകളാണ് നടപ്പിലാക്കാൻ പോകുന്നത്. അത് ഒരു വശത്തിൽ നമുക്ക് പറയാം, എന്താണ്,
തൊഴിലാളികൾക്ക് ഒരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ വേതനത്തിന്റെ കാര്യത്തിലുമൊക്കെ തന്നെ അവർക്ക് ഗുണകരമാണെന്ന് പറയാമെങ്കിൽ പോലും അതെ, ചെറുകിട വ്യവസായങ്ങളെ, സ്ഥാപനങ്ങളെ ഒക്കെ തന്നെ ഇത് ബാധിക്കും. എന്തെങ്കിലുമൊക്കെ നല്ല വശങ്ങൾ കാണും, പക്ഷെ ആ നല്ല വശത്തിന്റെ പേരിൽ കൂടുതൽ പറയാ മോശമായിട്ടുള്ള സംഭവങ്ങൾ തങ്ങളുടെ നയങ്ങൾ അടിച്ചേൽപ്പിക്കുക. അതായത് ഒരു നിലവിൽ ഇപ്പോൾ 100 വരെ തൊഴിലാളികളുള്ള ഒരു സ്ഥാപനം, അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ ഈ സംസ്ഥാനത്തിന്റെ ഇത് വേണ്ട, പിരിച്ചുവിടാനായിട്ട് സംസ്ഥാന സർക്കാരിന്റെ അനുമതി വേണ്ട. ഇപ്പോൾ അത് 300 വരെയുള്ളതാക്കിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു എന്താ പറയുക, ഈ പറയുന്ന ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കണമെങ്കിൽ നിലവിൽ അത് 100 വരെയാണ്, അത് 300 വരെ ആക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ തൊഴിലാളികളെ പിരിച്ചുവിടാനായിട്ട് 100 വരെ തൊഴിലാളികളുടെ ഒരു സ്ഥാപനമാണെങ്കിൽ അത് പിരിച്ചുവിടാം, നിലവിൽ അതാണ് പിരിച്ചുവിടാന്നുള്ളതാണ്. ഇപ്പോൾ അത് 300 വർദ്ധിപ്പിച്ചിരിക്കുന്നു, ആ പരിധി വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നിലവിൽ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ കൂടുതലും ഈ 200, 250 ഒക്കെ തൊഴിലാളികളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ പറയുന്ന പരമാവധി ചെറുകിട സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ തൊഴിലാളി വിരുദ്ധത നടമാടാൻ മുതലാളിമാർക്ക്, അതെ അതെ, മുതലാളിമാർക്ക് അനുഗുണമായിട്ടുള്ള രീതിയിലുള്ള തൊഴിൽ കോഡുകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ തന്നെ ഒരു എന്താ പറയുക, സമരം നടത്തണമെങ്കിൽ 14 ദിവസം മുൻപ് നോട്ടീസ് കൊടുക്കണം. അതിന്റെ ചർച്ചകൾ നടക്കുന്ന സമയത്ത് സമരങ്ങൾ പാടില്ല. ഈ വ്യവസ്ഥ ലംഘിച്ചാൽ 50,000 രൂപ പിഴ, 1 മാസം തടവ്. അത്തരത്തിൽ പൂർണ്ണമായിട്ടും തൊഴിലാളി വിരുദ്ധത. കാരണം നമുക്കിപ്പോൾ ഈ പറയുന്നതുകൊണ്ടല്ലോ ഈ 300 മാറ്റുകയാണ്. അപ്പോൾ നിലവിൽ 300 വരെയുള്ള തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നിടത്ത് ഈ പറയുന്ന തൊഴിൽ വിരുദ്ധത എല്ലാം നടക്കും. അവർക്ക് തൊഴിലാളി ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കാൻ പറ്റത്തില്ല. സംഘടിപ്പിക്കാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ ആ സംഘടിത ശക്തി നഷ്ടപ്പെടും. തൊഴിലാളികളെ സംരക്ഷിക്കാൻ അവർക്ക് പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യാം, തൊഴിലാളികൾ എപ്പോൾ വേണമെങ്കിലും അവർക്ക് പറഞ്ഞു വിടാം. മനസ്സിലായില്ലേ? സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടു പോകാം. അതെ, ആ തൊഴിലാളി പാർട്ടി എന്നല്ല CPM അറിയപ്പെടുന്നത്, ഇടതുപക്ഷ പാർട്ടി, തൊഴിലാളി വർഗ പാർട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ആ പാർട്ടിയുടെ ഒരു മന്ത്രിയാണ്, അത്തരത്തിൽ സമരങ്ങളിലൂടെ വന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ വി ശിവൻകുട്ടി. അദ്ദേഹം അതിനകത്ത് അഭിരമിക്കുന്ന ഒരാൾ കൂടിയാണ്. ആ വ്യക്തി മന്ത്രിയായിട്ടിരിക്കും, തൊഴിൽ വകുപ്പിന്റെ മന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് തൊഴിലാളികൾക്ക് അങ്ങേയറ്റം ഹാനികരമായിട്ടുള്ള തൊഴിലാളി വർഗ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമത്തിന് കുട പിടിക്കുന്ന സമീപനം സ്വീകരിക്കുന്നത്. അങ്ങേയറ്റം എന്താ പറയുക, നിന്ദ്യമാണ്, നാണം കെട്ട പരിപാടിയാണ് വി ശിവൻകുട്ടി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്.